ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട ആക്റ്റീവ 3G വണ്ടി. നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് പോയി എടുത്തുകൊണ്ടതാണ്. അതായത് വണ്ടി പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് ലീക്കായിട്ട് പോകണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ടായി. അപ്പോൾ നമ്മൾ പോയി എടുത്തുകൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ നിലവിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാലേ, നമ്മൾ കാർബേറ്റർ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബേറ്ററൊക്കെ ശരിക്കും നല്ല രീതിയിൽ ഇവിടെ ദ്രവിച്ചൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ എത്രത്തോളം അത് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. ഇത് നോക്കുമ്പോൾ അറിയാം. ഇതുണ്ടോ, ഈ ഭാഗമൊക്കെ അത്യാവശ്യം ദ്രവിച്ചൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗത്തും ഫ്ലോട്ട് വാൽവൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ നിലവിൽ നമുക്ക് ഫ്ലോട്ട് വാൽവ് മാറ്റി ഈ സ്ലോ ജെറ്റും മാറ്റിയിട്ട് കഴിഞ്ഞാൽ കാർബേറ്ററിൻ്റെ ബേസ് ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അതായത് ഈ ഫ്ലോട്ട് വാൽവ് മാറ്റിയിടണം. ഈ വാൽവ് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയി. ഇതുണ്ടോ, അത് ഫംഗസ് പിടിച്ചാണ പോലെയാണ്, പൂപ്പൽ പിടിച്ചോന്ന് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി. അതേപോലെ ഈ സ്ലോ ജെറ്റും അതിൻ്റെ ഉള്ളിൽ അടഞ്ഞ് നല്ല രീതിയിലായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്താൽ ഫ്ലോട്ട് വാൽവും മാറ്റി സ്ലോ ജെറ്റും മാറ്റി റീസെറ്റ് ചെയ്ത് ഒരു പരിധി വരെ നമുക്കത് പരിഹരിക്കാനായിട്ട് പറ്റും. പക്ഷേ അതിൻ്റെ മെയിൻ പ്രോബ്ലം അത് കൂടാതെ ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് കാർബേറ്ററിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് കാണുന്നുണ്ട്. അതിനകത്ത് പൊടി പോലെ ഇതേപോലെ ചടിയണുണ്ടോ, ഇതേപോലെ പൊടി പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാങ്കിൻ്റെ ഭാഗം നോക്കുമ്പോൾ ടാങ്കിൻ്റെ കണ്ടീഷൻ വളരെ മോശമായൊരവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ ഫുള്ള് തുരുമ്പാണ് അതിനകത്ത് കേട്ടോ. ഇതാണ് കേട്ടോ, ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഉള്ളിൽ മൊത്തം തുരുമ്പ് പിടിച്ചാകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബ്ലം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ടാങ്ക് എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് ഇപ്പോൾ ഉള്ള തുരുമ്പ് കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്ക് സെറ്റാക്കാനായിട്ട് പറ്റും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതേ രീതിയിൽ തന്നെ ഈ കംപ്ലൈൻറ്റ് വീണ്ടും റിപ്പീറ്റ് അതേപോലെ തന്നെ വരും. അപ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ക്ലിയറായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തൊക്കെ നല്ല രീതിയിൽ തുരുമ്പാണ്, ഫുള്ള് തുരുമ്പാണ് അതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ പെട്രോൾ, ഇപ്പോൾ ഇതിനകത്ത് ഉള്ള പെട്രോളാണിത്. അതിൻ്റെ കളർ തന്നെ നോക്കുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് കളർ മാറിയിട്ടുണ്ട്. അത് നിലവിലെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ പെട്രോളിനകത്ത് എത്തനോൾ മിക്സ് ചെയ്തിട്ട് വരാം. 20% എത്തനോളാണ്. അത് വെറുതെ നമ്മൾ ഇരുന്നാൽ പോലും അറ്റ്മോസ്ഫിയറിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് ഫോം ചെയ്യും. അപ്പോൾ കൂടുതൽ പെട്രോളൊക്കെ അടിച്ചിട്ടിട്ട് കാര്യമില്ല. കൂടുതൽ പെട്രോൾ കിടക്കും തോറും ഈ പറഞ്ഞതിൽ കറക്റ്റായിട്ടുള്ള ഉപയോഗം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു അവസ്ഥയ്ക്ക് ഫുള്ള് തുരുമ്പിട്ട് പോയേക്കാണ്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കറക്റ്റായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ടാങ്ക് മാറ്റി പുതിയത് വയ്ക്കുക, കാർബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് കാർബേറ്ററിൻ്റെ ഓവർഫ്ലോൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കാർബേറ്ററും മാറ്റി വയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ നിലവിൽ ഇതാണ് അവസ്ഥ. അപ്പോൾ നോക്കിയിട്ടൊന്ന് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാം. ഒന്നുമല്ല, നമുക്ക് കാർബേറ്റർ ഈ പറഞ്ഞ രീതികളെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ടാങ്കും സർവീസ് സ്റ്റേഷനിൽ കൊടുത്ത് നല്ല രീതിയിൽ വെള്ളമടിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. പക്ഷെ നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ടാങ്കിനകത്ത് തുരുമ്പ് ഉള്ളതുകൊണ്ട് വീണ്ടും പെട്ടെന്ന് തുരുമ്പ് വരും. ഈ കംപ്ലയിൻറ്റ് വീണ്ടും കാണിക്കും കേട്ടോ. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ടാങ്ക് മെയിൻ മാറ്റി കളയാം. കാർബേറ്ററിൻ്റെ കേസ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ പെട്രോളിൻ്റെ ഈ പൈപ്പ് നമുക്ക് എന്തെങ്കിലും മാറ്റണം. കാരണം ഈ പൈപ്പിലും തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ അത് കൂടി നമ്മൾ ചെയ്തിടണം. പിന്നെ അത് കൂടാണ്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്രേക്കൊക്കെ ലോഡായി നിൽക്കുക. ഈ ബ്രേക്കൊക്കെ നോക്കിക്കോട്ടോ, ബ്രേക്കിൻ്റെ കേബിളൊക്കെ ടൈറ്റായിട്ട് നിൽക്കുകയാണ്. ബ്രേക്ക് പിടിച്ചേക്കണ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണ വണ്ടി. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിക്കുന്ന സമയത്ത് സെൽഫൊന്നും പ്രോപ്പറായിട്ട് വർക്കാവില്ല. അങ്ങനത്തെ 1-2 കംപ്ലയിൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനറലായിട്ടൊരു സർവീസായിട്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടി ഫുള്ളായിട്ട് അഴിച്ചു നോക്കി അതിൻ്റെ കംപ്ലയിൻസുകൾ ക്ലച്ചിൻ്റെ ഭാഗത്തായാലും ബ്രേക്കിൻ്റെ കേസായാലും ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റണം നല്ലതാണ്. ജസ്റ്റ് ഞാൻ സജഷൻ പറഞ്ഞെന്നുള്ളൂ. നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്: ടാങ്ക് അസംബ്ലി മാറ്റി വയ്ക്കുക, കാർബേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റാം. വീണ്ടും കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി കൂടി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം. ഈ ടാങ്കിൻ്റെ കേസ് ഓൾറെഡി സ്റ്റോക്ക് കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലായിടത്തും സ്റ്റോക്ക് വരില്ല. ഇതങ്ങനെ കോമൺ ആയിട്ട് പോണ സാധനമല്ല. അപ്പോൾ അത് കിട്ടാനായിട്ട് താമസം ഉണ്ടാവും. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമുക്കൊരു റിപ്ലൈ പറയാനായിട്ട്. അപ്പോൾ വീഡിയോ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ ടാങ്ക് അടക്കം മാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഇടാം, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ അതേപോലെ തന്നെ സെൽഫ് ലെഫ്റ്റ് സൈഡൊന്നും ബ്രേക്ക് പിടിക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, ഫ്രണ്ട് ബ്രേക്ക് കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ജനറലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്താലാണ് വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിലും പറയാം. അപ്പോൾ അതനുസരിച്ച് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയും ഏതൊക്കെ ചെയ്യണ്ടേ. നീ കാർബേറ്ററിൻ്റെ കേസ് മാത്രം ചെയ്ത് ടാങ്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതിയെങ്കിൽ ആ രീതിയിൽ ചെയ്തു തരാം.
അതെല്ലാം മാറ്റിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്കൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യും. ഓക്കെ.